ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർപെക്സ്. നമ്മൾ പുതിയ സെൽട്ടോസിൻ്റെ ബേസ് മോഡലായ HTEയും HT ഓപ്ഷണലും നോക്കിയതാണ്. HT എന്ന് പറയുന്നത് വളരെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വേരിയൻ്റ് ആണ്, ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് അതല്ല കുറച്ചും കൂടെ അപ്പ് മാർക്കറ്റ് ആയിട്ടുള്ള ഒരു വേരിയൻ്റ് ആണ് വേണ്ടതെങ്കിൽ അതിന് വേണ്ടിയാണ് HTK ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ തന്നെ HTK ഓപ്ഷണൽ വേരിയൻ്റെ ഫീച്ചേഴ്സും നമ്മൾ ഇതിൽ തന്നെ കവർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഏതായാലും നമുക്ക് ആദ്യം ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യം തന്നെ നോട്ട് ചെയ്യാൻ പറ്റുന്ന ഈ വണ്ടിയുടെ DRLസും ഹെഡ്ലാമ്പ്സും ഒക്കെയാണ്. അതിലൊന്നും പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. സെയിം നമ്മുടെ ബേസ് മോഡലുള്ള ഒരു സെറ്റപ്പ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. അതായത് LED ഹെഡ്ലാമ്പ്സ് ആണ് വരുന്നത്. LED DRLs അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിയയുടെ ടൈഗർ നോസ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. താഴത്തെ സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ ബേസ് മോഡൽ പോലെ തന്നെ ഉള്ളതാണ്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ മിറേഴ്സൊക്കെ ഏകദേശം ടോപ്പിൻ്റെ പോലെ തന്നെയാണ് കിട്ടുന്നത്. സൈഡ് 360 ഡിഗ്രി ക്യാമറ ഒന്നും ഇല്ലാന്നുള്ളൂ. പക്ഷേ ഡിസൈൻ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഈ ഒരു മോഡൽ മുതൽ നമുക്ക് ഓട്ടോ ഫോൾഡിങ് വരുന്നുണ്ട്. ബാക്കി രണ്ട് വേരിയൻസിലും ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ HTK വേരിയൻറ്റ് മുതൽ നമുക്ക് ഇലക്ട്രിക് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. അതായത് അൺലോക്ക് ആണെങ്കിൽ ഡോർ ഹാൻഡിൽസ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പോപ്പപ്പ് ചെയ്തോളും. നമ്മൾ മാനുവലായിട്ട് വലിച്ച കൈ തൊട്ടിട്ട് തുറക്കണ്ട. പിന്നെ വേറൊരു കാര്യമുള്ളത്, നിങ്ങൾ 1.5 പെട്രോളിൻ്റെ, അതായത് പെട്രോളിൻ്റെ മാനുവൽ ഒഴികെ ബാക്കി ഏത് മോഡൽ, ഡീസൽ ആയിക്കോട്ടെ ടെർബോ പെട്രോൾ ആയിക്കോട്ടെ, ഇനി 1.5 എണ്ണയുടെ തന്നെ ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 17 ഇഞ്ച് അലോയ് വീൽസ് കിട്ടും. പക്ഷേ 1.5 പെട്രോൾ മാനുവൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 16 ഇഞ്ച് സ്റ്റീൽ വീൽസ് ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് നമുക്ക് HTKയിലുള്ള വേറൊരു ഡിഫറൻസ്. HTK ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ 17 ഇഞ്ച് അലോയ്സ് തന്നെയാണ്. ഇനി ബാക്കിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കണക്റ്റഡ് ടെയിൽ ലാംപ്സ് കിട്ടി തുടങ്ങുന്നതും ഈ ഒരു വേരിയൻ്റ് പോലെ തന്നെയാണ്. ബാക്കി രണ്ട് വേരിയൻസിലും LED ടെയിൽ ലാംപ്സ് ആണ്. പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു കണക്റ്റഡ് ലൈറ്റിൻ്റെ എലമെൻറ്റ് കിട്ടുന്നില്ല, ഓർ അതിൻ്റെ അകത്ത് ലൈറ്റ് വരുന്നില്ല. ഇതിൻ്റെ അകത്ത് പിന്നെ ഹിഡൻ വൈപ്പേഴ്സ് നമുക്ക് HTK വേരിയൻ്റ് പോലെ തന്നെ കിട്ടി തുടങ്ങും. അതുകൊണ്ട് ഡെഫിനറ്റ്ലി HTK ഓപ്ഷനിലും ഉള്ളതാണ്. പിന്നെ റിയർ സ്പോയിലർ, ഷാർക്ക് ഫിൻ ആൻറ്റിന, റൂഫ് റെയിൽസ് ഇതെല്ലാം ബേസ് മോഡൽ തൊട്ട് അവർ കൊടുക്കുന്ന സംഭവം തന്നെയാണ്. ഹൈ മൗണ്ടഡ് LED സ്റ്റോപ്പ് ലാംപ്സും നമുക്ക് സെക്കൻഡ് ബേസ്, അതായത് HT ഓപ്ഷനിലോട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് വേരിയൻസ് എക്സ്റ്റീരിയറിൽ കാണാൻ അത്യാവശ്യം നല്ലതാണ്. നിങ്ങളിനിപ്പോൾ 1.5 പെട്രോളിൻ്റെ മാനുവൽ എടുത്തില്ലെങ്കിൽ പിന്നെ അല്ലാതെ നമ്മുടെ മറ്റേ അലോയ്സിൻ്റെ കാര്യത്തിൽ നോക്കാനില്ല. ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ തന്നെയാണ് കിട്ടുന്നത്. ടോപ്പിൽ വരുന്ന ഹെഡ്ലൈറ്റ്സിൻ്റെ ഫ്രണ്ട് ഡിസൈനിൽ വ്യത്യാസമുണ്ട്. കുറച്ചും കൂടെ ഇത് നോർമൽ റിഫ്ലക്ടർ ബേസ്ഡ് ആണ്, മറ്റേ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള LEDs ആണ് വരുന്നത്. ഇനി ഇൻറ്റീരിയറിലോട്ട് വരികയാണെങ്കിൽ ഇവിടെയും നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് എക്സ്ട്രാ കിട്ടുന്നുണ്ട് HT വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഈ ഒരു ഡാഷ്ബോർഡ് ലേഔട്ട് അതുപോലെ സ്റ്റിയറിംഗ് വീലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് മോഡലും ഈ സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് വരുന്നത്. അതിൻ്റെ അകത്ത് കൺട്രോൾസ് വരുന്നുണ്ട്. ബേസ് മോഡൽ പോലെ തന്നെ നമുക്ക് ക്രൂസ് കൺട്രോൾ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. സോ അത് ഇതിനകത്ത് എന്തായാലും ഉണ്ട്. HTK ആണെങ്കിലും HTK ഓപ്ഷൻ ആണെങ്കിലും എന്തിനാണെങ്കിലും ഉണ്ട്. നമ്മുടെ സ്റ്റിയറിംഗ് മോഡൽ ഓഡിയോ കൺട്രോൾസും ബേസ് മോഡൽ പോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഇൻസ്റ്റന്റ് ക്ലസ്റ്റർ നോക്കുകയാണെങ്കിലും അതും ബേസ് മോഡൽ പോലെ ഇങ്ങോട്ടേക്ക് സിമിലർ സാധനം തന്നെയാണ് വരുന്നത്. കളർ TFT ഡിസ്പ്ലേയിൽ ഒരു 4.2 ഇഞ്ച് ക്ലസ്റ്ററാണ് നമുക്ക് നടുവിൽ വരുന്നത്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് സ്പീഡും ടാക്കോമീറ്റർ എല്ലാം കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ട് അവർ കാണിക്കുന്നുണ്ട്. ടോപ്പിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു 12.3 ഇഞ്ച് സ്ക്രീൻ കിട്ടും. അതായത് എല്ലാം ആനിമേഷൻസ് എല്ലാ സാധനങ്ങളും കവർ ചെയ്യും. ഇതിൻ്റെ അകത്ത് പക്ഷേ ഒരു പ്രോപ്പർ ഡിസ്പ്ലേ എന്ന് പറയുന്ന നടുവിലുള്ള 4.2 ഇഞ്ച് സാധനം മാത്രമേ ഉള്ളൂ. പിന്നെ സ്റ്റിയറിംഗ് വീലിൽ ലെതർ ഫിനിഷിലൊന്നും അല്ല വരുന്നത്. നിങ്ങളിതിൻ്റെ തൊട്ടുമുള്ള, അതായത് HTK ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലെതർ സ്റ്റിയറിംഗ് വീലും അതുപോലെ 2 ടോൺ ഫിനിഷൊക്കെ അതിൻ്റെ അകത്ത് കിട്ടും. HTKയിൽ ഇതുപോലത്തെ ഒരു സിമ്പിൾ ഡിസൈൻ തന്നെയായിരിക്കും വരുന്നത്. ഇനി ഡോർ ഹാൻഡിൽസ് സാധനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡോർ ഹാൻഡിൽസിൽ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 4 പവർ വിൻഡോ, ഡ്രൈവർ സൈഡ് ഓട്ടോ അപ്പ് ഡൗൺ ഫംഗ്ഷനൊക്കെ ഉണ്ട്. പിന്നെ ORVMs ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റും ഫോൾഡും ചെയ്യാം. സെൻറ്റർ കൺസോളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 10.25 ഇഞ്ചസിൻ്റെ ബേസ് മോഡൽ പോലെ വരുന്ന ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ് ഇതിൻ്റെ അകത്തും കിട്ടുന്നത്. പക്ഷേ വയർലെസ് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ 6 സ്പീക്കേഴ്സും അഗൈൻ ബേസ് മോഡൽ പോലെ തന്നെ വരുന്നൊരു സംഭവമാണ്. ഈ വേരിയന്റിൽ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നത് പുഷ് ബട്ടൺ സ്റ്റാർട്ടും അതുപോലെ പുറത്ത് വരുന്നൊരു പ്രോക്സിമിറ്റി സെൻസറാണ്. പക്ഷേ സാഡ്ലി നമുക്ക് ഈ ഒരു വേരിയന്റിലും ഡ്യുവൽ സോൺ AC കിട്ടുന്നില്ല. അതിന് നിങ്ങൾ HTXലോട്ട് തന്നെ പോകേണ്ടി വരും. HTKയിലും ഇല്ല, HTK ഓപ്ഷനിലും ഇല്ല. നമുക്ക് മാനുവൽ AC തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൺട്രോൾസ് അത്യാവശ്യം നല്ലതായതുകൊണ്ട് ഭയങ്കര ബേസിക് ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ ബേസ് മോഡലിൽ സെയിം കൺട്രോൾസ് ആണ്. പിന്നെ ഫ്രണ്ട് സെൻറ്റർ ആംബ്രസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് കിട്ടും. അത് HT ഓപ്ഷനിൽ മുതൽ തന്നെ അവർ കൊടുക്കുന്നൊരു സംഭവമാണ്. ഇതിപ്പോൾ മാനുവൽ മോഡൽ ആയതുകൊണ്ടാണ് നമുക്ക് ഈ പാർക്കിംഗ് ബ്രേക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് മോഡ്സ്, ട്രാക്ഷൻ മോഡ്സ് ഇതെല്ലാം നിങ്ങൾ ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ കിട്ടും. ഇനി അതല്ലാതെ കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ട്. ടോപ്പിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മാനുവൽ ഡേ നൈറ്റ് ARVM, സൺഗ്ലാസ് ഹോൾഡർ അതുപോലെ ഒരു ക്യാബിൻ ലാമ്പ്, അതായത് ഫ്രണ്ടിൽ 2 ക്യാബിൻ ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഇനി ഡാഷ്ബോർഡ് ലേഔട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് ഡിഫറൻസ് HTK ഓപ്ഷനിലും വരും. ഓവറോൾ ലേഔട്ടും സംഭവങ്ങളൊക്കെ സെയിം ആണ്, ബ്ലാക്ക് ആൻഡ് ഗ്രേയുടെ കോമ്പിനേഷനാണ്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് സീറ്റ്സിന് ഡിസൈൻ വരുമ്പോഴേക്കും HTK വേരിയൻറ്റിൽ നമുക്ക് ഈ ഒരു സെമി ലെതററ്റ് സീറ്റ്സ് ആണ് വരുന്നത്. ടോപ്പ് പോർഷൻ ഫാബ്രിക്, താഴത്ത് നമുക്ക് ലെതററ്റ് ആണ് വരുന്നത്. പക്ഷേ HTK ഓപ്ഷനിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഫുള്ളി ലെതററ്റ് ആയിട്ടുള്ളൊരു ഫിനിഷാണ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഓപ്ഷൻ അവർ കൊടുക്കുന്നുണ്ട്. ഇനി HTK ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ അഗൈൻ ഓട്ടോമാറ്റിക് മോഡലിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ
സീറ്റും കിട്ടും. പക്ഷേ അത് മാനുവൽ മോഡൽസിലില്ല. എന്തിനാ മാനുവൽ ഓട്ടോമാറ്റിക് സെപ്പറേഷൻ എന്നറിയില്ല. ബട്ട് ഇനി അത് അങ്ങനെയാണ്. ഇനി റിയറിലേക്ക് വരുമ്പോഴേക്കും റിയർ സെൻറ്റർ ആംറസ്റ്റ്, 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, ഈ സാധനങ്ങളെല്ലാം നമുക്ക് STE ഓപ്ഷണൽ പോലെ തന്നെ കിട്ടുന്നതാണ്. അതുകൊണ്ട് STK ഓപ്ഷണൽ ഡെഫിനറ്റ്ലി ഉണ്ട്. പിന്നെ 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ് നമുക്ക് ബാക്കിൽ 3 പേർക്കും നോർമലായിട്ട് എല്ലാ വേരിയൻസിലും കിട്ടുന്നുണ്ട്. റിയർ AC വെൻസും നമുക്ക് ബേസ് മോഡൽ പോലെ തന്നെ കിട്ടുന്നൊരു സംവിധാനം തന്നെയാണ്. ഇത്രയൊക്കെയാണ് ഓവറോൾ ഇതിനകത്ത് വരുന്നത്. ഇനി വേറൊരു സംഭവം പറയാനുള്ളത്, STKയിൽ നമുക്ക് നോർമൽ സൺറൂഫ് സാധനങ്ങളൊന്നുമില്ല. സാധാരണ ഒരു റൂഫാണ് വരുന്നത്. പക്ഷേ STK ഓപ്ഷണൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വലിയൊരു പാനോറാമിക് സൺറൂഫ് കിട്ടുന്നതായിരിക്കും. സോ അതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ്. നിങ്ങൾക്ക് സൺറൂഫ് കിട്ടിത്തുടങ്ങുന്ന ആക്ച്വലി STK ഓപ്ഷണൽ മോഡൽ മുതലാണ്. ഇനി വേറെ കുറച്ച് ചെറിയ ചെറിയ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് റിയർ പാർസൽ ട്രേ കിട്ടി തുടങ്ങുന്ന STK മോഡൽ തൊട്ടാണ്. അതുപോലെ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ് വീൽ വരുന്ന STK മോഡലാണ്. ഇനി നിങ്ങൾ STK ഓപ്ഷനിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് വയർലെസ് ചാർജർ, അതുപോലെ ബാക്കിലെ റിയർ സൺഷെയ്ഡ് കർട്ടൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് കിട്ടും. ഇത്രയൊക്കെയാണ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഈ രണ്ട് വേരിയൻസ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ST മോഡൽ പോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഭയങ്കര കൺസർവേറ്റീവ് ആയിട്ടുള്ള പവർ ട്രിം ഓപ്ഷൻസ് ഒന്നല്ല കിട്ടുന്നത്. എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ബേസ് മോഡലാകുമ്പോൾ അതിൻ്റെ അകത്ത് പ്രൈസ് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിരുന്നെങ്കിലും 1.5 NA പെട്രോൾ, 1.5 ഡീസൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ തന്നെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. 1.5 NA പെട്രോളിന് തന്നെ മാനുവലും അതുപോലെ IVT എന്ന് പറയുന്ന CVT ഓട്ടോമാറ്റിക് ഉണ്ട്. പിന്നെ 1.5 ടർബോ പെട്രോൾ വരുന്നുണ്ട്, 160 PS, അതുപോലെ 253 Nm ടോർക്കൊക്കെ ജനറേറ്റ് ചെയ്യുന്ന അടിപൊളി എഞ്ചിനാണ്. ഇത് നമുക്ക് 6 സ്പീഡ് IMT-ലാണ് STK വേരിയന്റിൽ കിട്ടുന്നത്. STK ഓപ്ഷണൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ IMT ഉണ്ട്, അതുപോലെ തന്നെ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് കിട്ടും. ഈ DCTയുടെ സ്റ്റാർട്ടിംഗ് വരുന്നത് STK ഓപ്ഷണൽ മോഡലാണ്. ബാക്കി വേരിയൻസിലെല്ലാം താഴത്തെ വേരിയൻസിൽ നമുക്ക് IMT ആണ് കിട്ടുന്നത് ഈ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇനി ഡീസൽ ഉണ്ട്. ഡീസൽ നമുക്ക് 6 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്, അതിൽ തന്നെയാണ് STKയിലും STK ഓപ്ഷനിലും രണ്ടിലും കിട്ടുന്നത്. സോ പവർ ട്രെയിൻ അവൈലബിലിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഈ STK ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയൻറ്റ് ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാ സാധനങ്ങളും നമുക്ക് അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. STKയും വലിയ കുഴപ്പമൊന്നുമില്ല. ടർബോ പെട്രോളിൻ്റെ അകത്ത് 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഇല്ലാന്നുള്ളൂ. അതിപ്പോൾ ST ഓപ്ഷൻ ഇല്ലാത്താണെങ്കിൽ നമുക്ക് ഡ്യുവൽ ക്ലച്ച് ഇല്ലാത്ത IMT ഉള്ള ടർബോ പെട്രോൾ കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ 2 പെട്രോൾ എഞ്ചിൻസിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. സോ അക്കാര്യത്തിൽ അത്യാവശ്യം നല്ല സോർട്ടഡാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് പ്രൈസിങ്, വാല്യൂ ഫോർ മണി, അതുപോലെ പ്രൈസിൻ്റെ ഡിഫറൻസിയേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ബേസ് മോഡൽ എല്ലാവരും 10.99 lakhs സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഭയങ്കര വാല്യൂ ഫോർ മണിയാണെന്ന് പറഞ്ഞാണ്. ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇനി ഈ ഒരു മോഡലിലേക്ക് വരുമ്പോഴേക്കും 13.09 lakhs നമ്മുടെ STK മോഡലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ STK ഓപ്ഷനിലോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് വരുന്നത് 14.19 lakhs ആണ്. സോ പ്രൈസ് ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ STE ഓപ്ഷനും STKയും തമ്മിൽ ഏകദേശം 1 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂമിൽ. ഓൺ റോഡ് വരുമ്പോഴേക്കും എന്തായാലും കൂടുതൽ പോകും. പക്ഷേ STE ഓപ്ഷനിൽ നിന്ന് STKയിലോട്ട് പോകുമ്പോഴേക്കും നമുക്ക് കുറച്ചധികം ഫീച്ചേഴ്സ് ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷേ HTE ടു STKയിലോട്ട് പോകുമ്പോഴേക്കും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഫീച്ചേഴ്സിന് ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. STE തന്നെയാണ് എപ്പോഴും എൻ്റെ ഒരു പ്രിഫർഡ് വേരിയൻ്റ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ കംഫർട്ട് സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലാണ് STKയിലോട്ട് പോകാൻ പറ്റുന്നത്. ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അലോയ് വീൽസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഓട്ടോമാറ്റിക് വേരിയൻസിലേക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് നിങ്ങൾക്ക് കാണാം. STK ഓപ്ഷണൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന 14.19 എന്ന് പറയുമ്പോൾ 1.1 lakhs ഡിഫറൻസ് ഉണ്ട്. അഗൈൻ അതിൻ്റെ അകത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ കുറച്ചധികം എക്സ്ട്രാ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. സോ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ STK ഓപ്ഷണൽ സീരീസിൻ്റെ മാക്സിമം പ്രൈസ് പോകുന്നത് 17.09 lakhs വരെയാണ്. അതുപോലെ 15.99 lakhs വരെയാണ് നമ്മുടെ STK എന്ന് പറയുന്ന ബേസ് അതിൻ്റെ വേരിയൻ്റ് മാക്സിമം പ്രൈസ് പോകുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക്കിനാണ് ഇത്രയും പ്രൈസ് പോകുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് IVT എന്ന് പറയുമ്പം അത് വലിയ കുഴപ്പമില്ല, അധികം പ്രൈസ് പോകുന്നില്ല. 14.09 lakhs ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. STK ഓപ്ഷൻ ആണെങ്കിൽ 15.49 lakhs വരെ പോകുന്നുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും മാനുവലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് മൈലേജ് നോർമലി ഓടിക്കുന്ന സമയത്ത് അത്യാവശ്യം കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ ടർബോ പെട്രോളിലേക്ക് പോകാൻ തന്നെയാണ്. കാരണം അധികം പ്രൈസ് ഡിഫറൻസ് വരുന്നില്ല. നിങ്ങൾ മറ്റേതിനകത്ത് എടുക്കുകയാണെങ്കിൽ എന്തായാലും ഇത് മാനുവലാണ്. ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും IMT ട്രാൻസ്മിഷൻ കിട്ടും. ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനും കിട്ടും. IMT ആയിട്ട് യൂസ്ഡ് ആവാൻ കുറച്ച് പാടായിരിക്കും. പിന്നെ നിങ്ങൾ ഇനി എന്തായാലും ഒരു അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഓട്ടോമാറ്റിക്കലി തന്നെ പോകാൻ പറ്റുള്ളൂ. മാനുവലി നിങ്ങൾക്ക് IMT ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ക്ലച്ച് ചവിട്ടാൻ വല്ലാതെ മടിക്കും. അത് വണ്ടിയുടെ ഗിയർ ബോക്സിന് പ്രശ്നമാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതല്ലാത്ത പക്ഷം നല്ലൊരു ഓപ്ഷനാണ്. 1.5 NA പെട്രോൾ മാനുവലിൽ നിന്ന് നിങ്ങൾ 1.5 ടർബോ പെട്രോൾ IMTയിലേക്ക് പോകുമ്പോൾ 80,000 രൂപയുടെ അടുത്ത് വ്യത്യാസം വരുന്നുള്ളൂ. ആ 80,000 രൂപ നിങ്ങൾക്ക് ടോട്ടലി ആ എഞ്ചിൻ എന്തായാലും വെറുത്താക്കി തന്നോളും. പിന്നെ ട്രാൻസ്മിഷൻ അതിൻ്റെ കൂടെ ഈ ട്രാഫിക്കിൽ കിടന്ന് ക്ലച്ച് ചവിട്ടണ്ടല്ലോ എന്നുള്ളൊരു അഡ്വാൻറ്റേജിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രോപ്പർ ഫൺ ടു ഡ്രൈവ് ട്രാൻസ്മിഷൻ ഒന്നും അല്ല. ഇനി കളേഴ്സിൻ്റെ കാര്യത്തിൽ ഏതായാലും ഒരു കോംപ്രമൈസും ഇല്ല. 9 കളേഴ്സ് നമുക്ക് ബേസ് മോഡൽ മുതൽ തന്നെ അവൈലബിൾ ആണ്. ഇവിടെ ഡ്യുവൽ ടോൺ ഓപ്ഷൻസ് 2 വേരിയൻസിലില്ല. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിലും 6 എയർ ബാഗ്സ്, ഓൾ ഫോർ ഡിസ്ക് ബ്രേക്സ്, TPMS, ABS, TBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ട്രാക്ഷൻ കൺട്രോൾ, എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. സോ ഗൈസ്, സെൽട്ടോസിൻ്റെ STK ഓപ്ഷണൽ വേരിയൻസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യാനും മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യാൻ നമ്മളെ സപ്പോർട്ടും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.